So welcome back. We are going to take our third lecture, and in the last classes we just had introduction as well as the syllabus. What all things are there in the syllabus. So today we'll get into the topic. So as I have already discussed in mechanics of solids, it's all about forces and motion right? So in here, basically in mechanics of solids we deal with mainly forces. Motion, we are not dealing with motion for this semester. So in mechanics of solids, so mainly I told that in the last class, forces എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് അല്ലേ? Internal force and external force, right? അതായത് ഒരു ഒബ്ജക്റ്റില് ഇതൊരു ഷാഫ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആണ്. ഐ ആം ഗിവിംഗ് സം ലോഡ് പി എന്നുള്ള ലോഡ് ഞാൻ കൊടുക്കുകയാണ്. ദിസ് ഇസ് ടെൻസൈൽ അല്ലെ? ടെൻസൈൽ എന്ന് പറഞ്ഞാൽ വലിയുന്നതാണ് അല്ലെ? ഇങ്ങോട്ടായാലോ കംപ്രസീവ് ആവും, റൈറ്റ്? സോ if a tensile load is given, this load or this force P is called external force. അല്ലെ? നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് നമ്മളായിട്ട് കൊടുക്കുന്നതാണ്. പക്ഷേ വാട്ട് ഹാപ്പൻസ് ഇൻസൈഡ് ദിസ്? ഇതിന്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു? ടു an extent there will be some force. ഒരു എക്സ്റ്റെന്റ് വരുമ്പോ ഈ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ ചെറിയൊരു ഫോഴ്സ് കൊടുത്തു, അപ്പൊ ഇതിനുള്ള ഒന്നും സംഭവിക്കും. എക്സ്റ്റേണൽ ഫോഴ്സ് സേ 1 ന്യൂട്ടൺ ആണെങ്കിൽ നത്തിങ് ഹാപ്പൻസ് അല്ലെ? അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം എന്താ? ഈ 1 ന്യൂട്ടൺ ഈ ഒരു ഒബ്ജക്റ്റ് ഈ ഭാഗത്തേക്ക് ഡിഫോം ചെയ്യാതിരിക്കാൻ വേണ്ടി ഉള്ളിൽ നിന്ന് 1 ന്യൂട്ടൺ ഫോഴ്സ് ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെ? സോ ദിസ് ഇസ് കോൾഡ്, ഈ ഭാഗത്തായാലും ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഉള്ളിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇന്റേണൽ ഫോഴ്സ്. ഓക്കെ, സോ there is an equal internal force occurring when an external force is happening. Okay, so അപ്പൊ ആ ഇന്റേണൽ ഫോഴ്സിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഈ ഇന്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയാം. റെസിസ്റ്റിംഗ് ഫോഴ്സ്. സോ ഈ റെസിസ്റ്റിംഗ് ഫോഴ്സിന് there is a limit. So up to that limit the body is not deformed. ഡിഫോം ചെയ്യാതെ അവിടെ ഇരിക്കും. ഓക്കെ, സോ ആ റെസിസ്റ്റിംഗ് ഫോഴ്സ് ആണ് നമുക്ക് ഇപ്പോ മെയിൻലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, നൗ നൗ നമ്മള് ഈ ഇന്റേണൽ ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സസിനെയൊക്കെ പറ്റി പറഞ്ഞു. നമ്മുടെ മെക്കാനിക്സ് ബേസിക്കലി ഒരു ബീം എടുത്തു കഴിഞ്ഞാൽ there will be many forces. ഒരുപാട് ഫോഴ്സസ് ഉണ്ടെന്ന് വിചാരിക്കുക. ദിസ് ഇസ് സിംപ്ലി സപ്പോർട്ടഡ്. ഓക്കെ, ഇതെല്ലാം 5, 10, 15, 20 എന്നിങ്ങനെയുള്ള പോയിന്റ് ലോഡഡ് ആയിട്ടുള്ള ഫോഴ്സസ് ഉണ്ട്. സോ ഇങ്ങനത്തെ കേസിൽ നമുക്ക് എങ്ങനെ ഇതിനെ സോൾവ് ചെയ്യണം, റിയാക്ഷൻസ് കണ്ടുപിടിക്കണമെന്ന് നമ്മൾ മെക്കാനിക്സിൽ പഠിച്ചു. പക്ഷേ ഇൻ കേസ് ഇഫ് ട്രസ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ആണ്. ട്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? there will be many sections in that. അത് നമ്മൾ പാലത്തിലൊക്കെ കാണാറില്ലേ? പാലത്തിലൊക്കെ ഇത്രയും വലിയൊരു പാലത്തില് ചെറിയ ചെറിയ എലമെന്റ്സ് ആയിട്ട്, റാഫ്റ്റുകളായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കാണാം. അതിനെയാണ് നമ്മൾ ട്രസ് എന്ന് പറയുന്നത്. സോ ഈ ട്രസ്സിൽ എന്താ സംഭവിക്കുന്നത്? ഓരോ ബീം, ഇതെല്ലാം ഓരോ ബീംസ് കണക്റ്റഡ് ആയിട്ടിരിക്കുകയാണ് അല്ലെ? സോ ഇതെല്ലാം എന്തിനാണ്? എനർജി അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു ഫോഴ്സ് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം ഇതിന്റെ എണ്ണം കൂടുന്നതോറും അത്രയും എനർജി അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. സോ
അതുകൊണ്ട് എല്ലാത്തിനും ഓരോ പോയിന്റിലും ഈക്വലും അല്ലെങ്കിൽ ഓപ്പോസിറ്റും ആയിട്ടുള്ള ഫോഴ്സസ് ഓരോ കണ്ണിയിലും ഉണ്ടാവും. ഓക്കെ, ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇതിലെല്ലാത്തിലും ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഇതിന് മുകളിൽ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെതിരെ ആക്ട് ചെയ്യാൻ ഇതിലെ ഓരോ എലമെന്റ്സിലും ഫോഴ്സസ് ഉണ്ടാവും. സോ ഇത്രയും ഫോഴ്സസ് വരികയാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം? ദർ ആർ സോ മച്ച് ഓഫ് അൺനോൺ ഫോഴ്സസ് അല്ലെ? ഇത്രയും ഫോഴ്സസ് അൺനോൺ ആയിട്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? ഓക്കെ, അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മെത്തേഡ് ഓഫ് സെക്ഷൻസ്. സോ മെത്തേഡ് ഓഫ് സെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺനോൺ ഫോഴ്സസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. സോ ഇതിന്റെ മെത്തേഡ് ഓഫ് സെക്ഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്നുള്ള പാർട്ട് സെക്കൻഡ് ഓർ തേർഡ് മോഡ്യൂൾ അതിൽ വരുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുക. ബട്ട് ഈ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. മെത്തേഡ് ഓഫ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ട്രസ്സിനെ തന്നെ പല സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, പല സെക്ഷൻസ് ആയിട്ട്. നോർമലി 3 സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഇതൊരു സെക്ഷൻ, ഇതൊരു സെക്ഷൻ, ഇതൊരു സെക്ഷൻ. അതിന്റെ ഡീറ്റെയിലിംഗ് നമുക്കിപ്പോ തൽക്കാലം ആവശ്യമില്ല. സോ ഇങ്ങനെ 3 സെക്ഷൻസ് 1 1 2 2 3 3 എന്ന് പറഞ്ഞിട്ട് 3 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഈ സെക്ഷനിൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവുന്ന സെക്ഷനിൽ എത്ര ഫോഴ്സ് ഉണ്ട്, അതേപോലെ രണ്ടാമത്തെ സെക്ഷനിൽ എത്ര ഫോഴ്സസ് ഉണ്ട്, തേർഡ് സെക്ഷനിൽ എത്ര ഫോഴ്സസ് ഉണ്ട്, ഇതെല്ലാം അനലൈസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഫോഴ്സസ് കണ്ടുപിടിക്കുന്നതിന്റെ അളവ് കുറയാണ് അല്ലെ? അപ്പൊ അങ്ങനെ അതിനെ സെക്ഷൻ ആയിട്ട് നമ്മൾ ചെയ്യുക. ദിസ് ഇസ് എ പ്രോപ്പർട്ടി. ഓക്കെ, സോ ആ മെത്തേഡ് ഓഫ് സെക്ഷൻസ് എന്ന പ്രോപ്പർട്ടി നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, നൗ ഞാൻ പറഞ്ഞു there are internal forces and external forces. അതേപോലെ തന്നെ ഒരു ഒബ്ജക്റ്റിൽ ലോഡിങ് എങ്ങനെയൊക്കെ തരത്തിലാവാം, ഈ ഫോഴ്സസ് എന്തൊക്കെ തരത്തിൽ ഫോഴ്സസ് വരാം. ഒന്ന്, ഞാൻ ഈ ഡയറക്ഷനിൽ ഈ ഒരു ഒബ്ജക്റ്റിനെ പിടിച്ച് വലിക്കുന്നു, അപ്പൊ അതിനെ പറയുന്ന പേരെന്താണ്? സേ പി എന്നുള്ള ഫോഴ്സ് ആണെങ്കിൽ ഇത് ടെൻസൈൽ ഫോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ടെൻസൈൽ ഫോഴ്സ് അല്ലെ? ഇനി നേരെ മറിച്ച് ഇതിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആക്കുകയാണെങ്കിൽ എന്താവും? കംപ്രസീവ് ഫോഴ്സ് ആയിരിക്കും അല്ലെ? കംപ്രസീവ് ആണ് അല്ലെ? ഈ രണ്ട് ഫോഴ്സസിനെയും നമുക്ക് ആക്സിയൽ ഫോഴ്സ് എന്ന് പറയാം. ഇതെല്ലാം നമ്മുടെ ബേസിക്സ് ആണ്, ഫിസിക്സിൽ പഠിച്ചിരുന്ന ബേസിക്സ് ആണ്. ഇതിന് രണ്ടിനെയും നമുക്ക് ആക്സിയൽ ഫോഴ്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ടെൻസൈൽ ആസ് വെൽ ആസ് കംപ്രസീവ്. ഇത് മാത്രമല്ല, ഇപ്പൊ ഈ ഒരു രണ്ട് ഞാൻ 3D ഇമേജ് വരയ്ക്കുകയാണെന്ന് വിചാരിക്കാം. പി ഓക്കെ, സോ ഇതില് ആദ്യത്തെ ഡയഗ്രത്തില് ഇത് കംപ്രസീവ് ആണ്, അല്ല സോറി ടെൻസൈൽ ആണ്. ഇത് ടെൻസൈൽ ആൻഡ് ഇത് കംപ്രസീവ് ആണല്ലോ. സോ ഞാൻ ഇത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ? ഇവിടെ അത് കംപ്രസീവ് ആണ്. ഡയറക്ഷൻ മാറിയെങ്കിലും ഈ ഫോഴ്സ് എന്ന് പറയുന്നതും ഈ ഒരു ഏരിയയിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ? ആ ഏരിയക്ക് എന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. സോ ഇങ്ങനത്തെ ഫോഴ്സസിനെയാണ് നമ്മൾ നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനത്തെ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ട്, പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അതർ വേർഡ് ആണ് നോർമൽ. പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ നമ്മൾ നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നു. ഇനി പാരലൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്,
പാരലായിട്ട് ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഇത് ഈ രണ്ട് കേസിലും ആക്സിയൽ ഫോഴ്സ് എപ്പോഴും ടെൻസൈൽ ആവട്ടെ കംപ്രസീവ് ആവട്ടെ അത് രണ്ടും ആക്ട് ചെയ്യുന്ന ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്നാൽ പാരലൽ ആയിട്ട് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇതാണ് ഒരു ഒബ്ജക്റ്റ് എങ്കിൽ ഇതിന്റെ ഏതെങ്കിലും ഒരു ഫേസിന് ഈ ഫേസ് അറിയാത്തോളൂ പി, അല്ലെങ്കിൽ ഇതിന്റെ ഈ ഡയറക്ഷൻ അടിയിലുള്ള ഫേസ് പി എന്നുള്ള ഫോഴ്സ്, അതായത് ഈ ഒരു ഫേസിന് പാരലൽ ആയിട്ടാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതിനെ എന്ത് ഫോഴ്സ് എന്ന് പറയും? ഷിയർ ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, സോ ഒന്ന് ആക്സിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, മറ്റത് ഷിയർ ഫോഴ്സ്. പാരലൽ ആയിട്ട് ആക്ട് ചെയ്യുന്നതിനെ നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് പറയും, ഇതിനെ നമ്മൾ നോർമൽ ഫോഴ്സ് എന്ന് പറയും. പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്. ഓക്കെ, സോ ഇതാണ് ഫോഴ്സ്. നിങ്ങൾക്ക് നിർബന്ധമായിട്ട് അറിയുന്ന ഒന്ന് ആക്സിയൽ ഫോഴ്സ് ഉണ്ട്, അത് ടെൻസൈൽ ആവാം കംപ്രസീവ് ആവാം, അത് എപ്പോഴും ഒരു ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. എന്നാൽ ഇതെന്താണ്? നോർമൽ ഫോഴ്സ് അല്ലെ? അതെപ്പോഴും ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പാരലൽ ആയിട്ട് ഒരു ഒബ്ജക്റ്റിൽ, അതായത് ഞാൻ ഇങ്ങനെ ഒരു ഫോഴ്സ് ആണ് ഇതിൽ കൊടുക്കുന്നത് എങ്കിൽ ഷിയർ ഫോഴ്സ് ആണ് ഈ ഏരിയയിൽ ഉണ്ടാവുക അല്ലെ? എന്നാൽ നേരെ മറിച്ച് ഞാൻ ഇതിനെ ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ, ഈ സ്പോഞ്ച് ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണെങ്കിൽ എന്താണ്? ഈ ഏരിയക്ക് നോർമൽ ആയിട്ടാണ് ഫോഴ്സ് ഉണ്ടാവുക. അപ്പൊ അതിനെ നോർമൽ ഫോഴ്സസ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണോ? സോ രണ്ട് കാര്യങ്ങള് രണ്ട് മെയിൻ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ബേസിക് ആയിട്ട് ഒന്ന്, ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അപ്ലൈഡ് ഫോഴ്സും ഉണ്ടാവും, അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സും ഉണ്ടാകും. ഓക്കെ, ആൻഡ് അടുത്ത കേസില് നമുക്കൊരു ഫോഴ്സിനെ നോർമൽ ഫോഴ്സ് ആയിട്ട്, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഉണ്ടാവാം, അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാം. ഓക്കെ, സോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നോളജിയാണ്, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. പക്ഷെ ഇതിൽ നിന്ന് ബേസിക് ആയിട്ട് നിങ്ങൾ തുടങ്ങുക. അടുത്ത ലെക്ചറിലേക്കും നമുക്ക് ഇതിന്റെ ബേസ് വെച്ചിട്ട് ഞാൻ എല്ലാം ചെറിയ ചെറിയ ലെക്ചേഴ്സ് ആയിട്ട് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാം. ഓക്കെ, ഒരു ചെറിയ കാര്യങ്ങൾ പറയാൻ വിട്ടു. നമ്മൾ ഒരു ഒബ്ജക്റ്റില്, ഇതാണ് ഒരു ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇതിൽ ഞാൻ ഒരു സൈഡില് ഞാൻ ഒരു പി എന്നുള്ള ഫോഴ്സ് കൊടുത്തു. അപ്പൊ ഇത് എന്ത് ഫോഴ്സ് ആണ്? നോർമൽ ഫോഴ്സ് ആണ്. എന്തിന്? ഈ ഒരു ഏരിയക്ക് നോർമൽ ആയിട്ടുള്ള ഫോഴ്സ് ആണ് പി എന്നുള്ളത്. ഇത് കംപ്രസീവ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇത് കംപ്രസീവ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. സോ ഇവിടെ എന്താണ്? ഒരു ഭാഗത്ത്, അതായത് ഇതിന്റെ ഒരു സൈഡിൽ മാത്രമാണ് ലോഡിങ് അല്ലെ? അതായത് ഇതിന്റെ ഈ ഫേസിലോ ലോഡിങ് ഇല്ല. ഈ ഒരു ആക്സിസിൽ മാത്രമേ ലോഡിങ് ഉള്ളൂ. അപ്പൊ അതിനെ നമ്മൾ പറയുന്നതാണ് യൂണി ആക്സിയൽ ലോഡിങ്. ഓക്കെ, ഇതിനെ യൂണി ആക്സിയൽ ലോഡിങ് എന്ന് പറയണം. ഇനി ഇതേപോലെ ഈ ആക്സിസിൽ ഒരു ലോഡ്, അതേപോലെ ഈ ആക്സിസിലും ഒരു ലോഡ് വരികയാണെങ്കിൽ അപ്പൊ എന്തായാലും പറയാം? അതായത് രണ്ട് ആക്സിസിൽ ലോഡിംഗ് ഉണ്ട്. അപ്പൊ എന്ത് പറയും? ഇതിന് ബൈ ആക്സിയൽ ലോഡിംഗ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ മൂന്ന് ആക്സിസിലും ലോഡിംഗ് ഉണ്ട്. അങ്ങനെയാണെങ്കിലോ അതെന്തോ ടെൻസൈൽ ആവട്ടെ കംപ്രസീവ് ആവട്ടെ എന്തായാലും കുഴപ്പമില്ല. സോ ഇതിന് മൂന്ന് ആക്സിസിലും ലോഡിംഗ് ഉണ്ടാവുമ്പോൾ ഇതിനെന്ത് പറയും? ട്രൈ ആക്സിയൽ
ലോഡിംഗ്. ഓക്കെ, സോ ഈ ഒരു ചെറിയ കോൺസെപ്റ്റും കൂടി നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. സോ ബേസിക്കലി നമ്മള് ഫോഴ്സസ് എന്താണ്, രണ്ടു തരം ഫോഴ്സ്, ഇന്റേണൽ ഫോഴ്സ് ഉണ്ട്, റെസിസ്റ്റിംഗ് ഫോഴ്സ് ഉണ്ട്, അല്ലെ അപ്ലൈഡ് ഫോഴ്സും റെസിസ്റ്റിംഗ് ഫോഴ്സും ഉണ്ട്. അത് കൂടാതെ രണ്ട് ടൈപ്പ് ഫോഴ്സസ് ഉണ്ടാവും, ജനറലി നോർമൽ ഫോഴ്സും ഷിയർ ഫോഴ്സും ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റിൽ നമുക്ക് 3 തരത്തില് ബേസിക്കലി ലോഡിംഗ് ചെയ്യാം. യൂണി ആക്സിയൽ ലോഡിംഗ്, ട്രൈ ആക്സിയൽ ലോഡിംഗ്, ബൈ ആക്സിയൽ ലോഡിംഗ്. ഓക്കെ, സോ ഒന്ന് 1 ഡയമെൻഷണൽ ആണ്, ഒന്ന് 2 ഡയമെൻഷണൽ ആണ്, ഒന്ന് 3 ഡയമെൻഷണൽ ആണ്. ബേസിക്കലി നമുക്ക് 2 ഡയമെൻഷണൽ ആണ് വരിക, എന്നാലും 3 ഡയമെൻഷണൽ പ്രോബ്ലംസ് നിങ്ങളുടെ ഈ സിലബസിൽ ആവശ്യമുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്?